ശ്ലോകം 5. പ്രമാദത പ്രവിശതി പന്നഗോദരം. എപ്പോഴാണോ പ്രമാദം, ബുദ്ധിഭ്രമം വരികയാണ്, ഓരോന്നും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആ സമയത്ത് തോന്നില്ല. എന്താ കാരണം? മായ കാരണം ബുദ്ധിക്ക് ഭ്രമം വരികയാണ്, മോഹം വരികയാണ്. ആ മോഹം മൂലം പ്രവിശതി പന്നഗോദരം. എപ്പോഴാണോ ആ മുഖത്തിലേക്ക്, പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് കയറിയത്, അത് എപ്പോൾ അവർ പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് കയറിയോ, കയറും തോറും ശരീരത്തിൽ ചൂട് വർദ്ധിക്കുകയാണ്. എന്തെന്നില്ലാത്ത ചൂട് അനുഭവപ്പെട്ടു. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, ഇതൊരു ഒരു പെരുമ്പാമ്പിനെ പോലെ ഇരിക്കണു, എന്തൊരു ദുർഗന്ധമാണ്, വല്ലാത്ത ദുർഗന്ധമുണ്ട്, നമുക്ക് വേണ്ട, ഇറങ്ങിപ്പോവുക എന്ന് ചിലവർ പറഞ്ഞു. കൃഷ്ണനല്ലേ നമ്മുടെ കൂടെ, ബകാസുരനെ കൊന്നില്ലേ, അതുപോലെ നമ്മളെ വല്ലതും ചെയ്താൽ ഇവനെ കൊല്ലും, എന്നാൽ പോവുക. അങ്ങനെ അവരെല്ലാവരും മുകളിലേക്ക് കയറി. പ്രമാദത പ്രവിശതി പന്നഗോദരം. അങ്ങനെ പ്രമാദം മൂലം, ഭ്രമം മൂലം അവർ ആ പാമ്പിൻ്റെ ഉള്ളിലേക്ക്, വയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. കൊഥത്തനവും, കൊഥത് വേവുക, അതാണ് ആ ചൂട് കൊണ്ട് വേകുന്ന ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ്. ശരീരം മുഴുവൻ ബന്ധാവാറായി. പശുപകുലേ സവാത്സകേ, പശുക്കുട്ടികളെല്ലാവരും, പിന്നെയോ ആ ഗോപക്കുട്ടികളും, പശുപകുലേ ഗോപക്കുട്ടികൾ, സവാത്സകേ പശുക്കുട്ടികൾ, എല്ലാവരും കയറിക്കഴിഞ്ഞു. ഇവൻ വായ അടയ്ക്കുന്നില്ല. ഭഗവാന് മനസ്സിലായി താൻ വരാത്തത് കൊണ്ടാണ്. വിധന്യതം, ഇതറിഞ്ഞുകൊണ്ട്, കുട്ടികളെല്ലാവരും അപകടത്തിലാണ് എന്നറിഞ്ഞുകൊണ്ട് ദൂരത്ത് നിൽക്കുന്ന ഭഗവാൻ ഓടി വന്ന് ത്വമഭി വിവേശിത പ്രഭോ, ഭഗവാൻ അങ്ങും അവൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്തിനു വേണ്ടി ഭഗവാൻ പ്രവേശിച്ചു? സുഹൃജനം വിശരണം ആശുരക്ഷിതും. സുഹൃജനം രക്ഷിതും, തൻ്റെ സുഹൃത്തുക്കളായ ഈ കുട്ടികളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. എപ്പോൾ രക്ഷിക്കണം? ആശുരക്ഷിതും, വേഗം രക്ഷിക്കാൻ വേണ്ടി. അവരെങ്ങനെ ഇരിക്കണു? വിശരണം, അവർക്ക് ആ ശരണമായിട്ട് ആരുമില്ല, അതാണ്. അവരെല്ലാവരും ഇപ്പോൾ ബന്ധു മരിക്കാറായിട്ടുണ്ട്, ആ സ്ഥിതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള തൻ്റെ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനും ആ മുഖത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്തെന്നില്ലാത്ത പ്രമാദം കൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക്, ആ അസുരൻ്റെ ഉള്ളിലേക്ക് കടന്നതായ ആ കുട്ടികൾ മുകളിലേക്ക്, ചിലവർ പറഞ്ഞു നമുക്ക് ഇറങ്ങാം, അത് വേണ്ട, കൃഷ്ണൻ നമ്മുടെ കൂടെയില്ലേ, കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സവാത്സകേ പശുപകുലേ കൊഥത്തനവും, പശുക്കുട്ടികളോട് കൂടിയ ആ ഗോവന്മാരെല്ലാവരും ശരീരം വെന്ത്. ഈ അവസ്ഥയെക്കുറിച്ച് കൃഷ്ണൻ മനസ്സിലാക്കി. വിധന്യതം, വിധൻ, ഈ ആ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ത്വമഭിവേശിത പ്രഭോ, ഗുരുവായൂരപ്പ അങ്ങും ഉള്ളിലേക്ക് കടന്നു. എന്തിനു വേണ്ടി? സുഹൃജനം വിശരണം ആശുരക്ഷിതും, താനല്ലാതെ വേറെ ഒരു ശരണമില്ല, അതാണ്. ഭഗവാൻ മാത്രമേ നമുക്ക് ശരണമുള്ളൂ, അതെപ്പോഴും ഓർമ്മ വേണം. ആ ഭഗവാനെ നിരന്തരം നമ്മൾ സ്മരിക്കണം, നാമം ജപിക്കണം. ആ നാമജപം കൊണ്ട്, അതാണ് സ്മരണ. ആ സ്മരണ കൊണ്ട് ഭഗവാൻ നമ്മളെ കാത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതെ, അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മം, അത് അനുഭവിക്കാതെ തരവില്ല, എല്ലാവരും അനുഭവിക്കണം. അതിന് ഭഗവാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഭഗവാനെ നിരന്തരം സ്മരിക്കും. ഇതുകൊണ്ട് എല്ലാ ലോകങ്ങളിലെയും
ജന്തുക്കളെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, എന്തൊക്കെ ജീവികളുണ്ടോ 84 ലക്ഷം വിവിധതരം ജീവജാലങ്ങളുണ്ടെന്ന് പറയണത്, എല്ലാറ്റിനെയും രക്ഷിക്കുന്നവനാണ് ഈ ഭഗവാൻ. അങ്ങനെ സർവ്വലോക ശരണ്യനായിരിക്കുന്ന ഈ ഭഗവാന്റെ കൃത്യം എന്താണ്? ആർക്ക് ശരണമില്ലയോ, ആര് തന്നെ വിളിക്കുന്നുവോ അവരെ ഭജിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. ഈ കുട്ടികൾ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അവർ നേരത്തെ പറഞ്ഞു, എന്തു വന്നാലും കൃഷ്ണൻ നമ്മുടെ കൂടെയില്ലേ എന്നുള്ളതായ ഉറപ്പ് അവർക്ക് ഉണ്ട്. അങ്ങനെയുള്ള ആ കുട്ടികളുടെ വിചാരം, ചിന്ത ഭഗവാൻ മനസ്സിലാക്കി ഉള്ളിൽ പ്രവേശിച്ചു. എപ്പോൾ ഭഗവാൻ പ്രവേശിച്ചുവോ അപ്പോൾ അവൻ വായടക്കുകയാണ്. അപ്പോൾ നാം ഭഗവത് ചിന്തയോടെ ഇരുന്നാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.